നമ്മുടെ മനസ്സിനെ മൂടി സമാധാനം കെടുത്തിക്കളയുന്ന ഒരു നിശബ്ദമായ കൊടുങ്കാറ്റ് പോലെയാണ് അമിതമായി ചിന്തിക്കുന്നത് ഓവർ തിങ്കിങ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷകളോ അല്ലെങ്കിൽ ഈ നിമിഷത്തെക്കുറിച്ചുള്ള അനന്തമായ വിശകലനങ്ങളിലോ അകപ്പെട്ട് ചിന്തകളുടെ ഒരു ചുഴലിക്കാറ്റിൽ കുടുങ്ങാൻ എളുപ്പമാണ്. നിങ്ങൾ മാനസികമായ കുഴപ്പങ്ങളുടെ ഒരു വലയിലകപ്പെട്ട് ആന്തരികമായ ശാന്തിക്കുവേണ്ടി ദാഹിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങളൊട്ടും ഒറ്റക്കല്ല. മനസ്സിലെ ഈ ബഹളങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന പുരാതനമായ ബുദ്ധമത തത്വങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ശാന്തവും വ്യക്തവും സന്തുലിതവുമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കാൻ കഴിയുന്ന ശക്തിയേറിയ 6 ബുദ്ധമത പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം, നമ്മെ കാത്തിരിക്കുന്ന ആ ശാന്തത കണ്ടെത്താം. 1. ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. എത്ര തവണയാണ് നമ്മൾ എല്ലാം ഇങ്ങനെയായിരിക്കണം എന്ന ചിന്തയുടെ കെണിയിൽ അകപ്പെടുന്നത്? നമ്മൾ ഒന്നുകിൽ കാര്യങ്ങൾ എങ്ങനെയാകാമായിരുന്നു എന്നോർത്ത് നിരാശയിൽ തിരിഞ്ഞുനോക്കുന്നു, അല്ലെങ്കിൽ എന്താണ് വരാനിരിക്കുന്നത് എന്ന അനിശ്ചിതത്വത്തിൽ മുന്നോട്ടു നോക്കുന്നു. ഭാവിയെക്കുറിച്ചും വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്നതിനെക്കുറിച്ചും എന്തു തെറ്റുപറ്റിയേക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ ആശങ്കപ്പെടുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഭൂതകാലം ഇതിനോടകം കഴിഞ്ഞുപോയി, ഭാവിയാകട്ടെ അജ്ഞാതമായി തുടരുന്നു. ഇന്നിലും ഈ നിമിഷത്തിലും ജീവിക്കാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ നമ്മെ മൃദുവായി നയിക്കുന്നു. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, ഭൂതകാലത്തിൽ മുഴുകരുത്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത്, മനസ്സിനെ ഈ നിമിഷത്തിൽ ഏകാഗ്രമാക്കുക. ഈ ശക്തമായ ഉപദേശം നമ്മോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകളെയും വിട്ടുകളയാനും പകരം നമ്മൾക്ക് സത്യമായിട്ടുള്ള ഒരേയൊരു സമയം പൂർണ്ണമായി സ്വീകരിക്കാനുമാണ്. ഈ വാക്കുകൾ വായിക്കുമ്പോഴോ ഈ സന്ദേശം കേൾക്കുമ്പോഴോ നിങ്ങൾ ഈ നിമിഷത്തിലാണ്. ജീവിതം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്. ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ചുള്ള പിടിവിട്ടാൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ശാന്തിയും വ്യക്തതയും അനുഭവപ്പെടാൻ തുടങ്ങും. നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധയോടെയായിരിക്കുമ്പോൾ അമിതമായി ചിന്തിക്കുന്നത് പതിയെ ഇല്ലാതാകും. ഒരു ബുദ്ധസന്യാസി തന്റെ യുവശിഷ്യനോടൊപ്പം ഒരു പുഴയുടെ അരികിലൂടെ നടന്നുപോയ കഥയുണ്ട്. സന്യാസി ശാന്തമായി പുഴ കടന്നു, എന്നാൽ ശിഷ്യൻ ആകാംക്ഷയും ഭയവും കൊണ്ട് മടിച്ചുനിന്നു. കുതിച്ചൊഴുകുന്ന വെള്ളത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും തന്നെ ഒഴുക്കിക്കൊണ്ടുപോയേക്കാമെന്നതിനെക്കുറിച്ചും അവൻ ചിന്തിച്ചു. സന്യാസി മടി കണ്ടിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട എന്റെ സുഹൃത്തേ, പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനെ കടന്നുപോകാനുള്ള ഏക വഴി ഈ നിമിഷത്തിൽ പൂർണ്ണമായി നിലനിൽക്കുകയും ഈ നിമിഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ കഴിഞ്ഞ തെറ്റുകളെക്കുറിച്ചോ ഭാവിയിലെ ഭയങ്ങളെക്കുറിച്ചോ ചിന്തകളിൽ മുഴുകുമ്പോൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു എന്ന് ഈ കഥ മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നു. ശാന്തിയോടെ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു വഴി ഈ നിമിഷത്തിന്റെ ഒഴുക്കിൽ വിശ്വസിക്കുക എന്നതാണ്. പ്രതീക്ഷകളുടെ ഭാരം വിട്ടുകളയുക. ജീവിതം ചലിക്കുന്നു, നമ്മളും അതിനൊപ്പം ചലിക്കണം. ഇവിടെ ഈ നിമിഷത്തിൽ. 2. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവയോട് പോരാടുന്നത് നിർത്തുക. സ്റ്റോപ്പ് ഫൈറ്റിംഗ് വാട്ട് യു കാൺട്ട് കൺട്രോൾ. നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ദുരിതമനുഭവിക്കുന്നു. നമ്മൾ നിരന്തരം മനസ്സിൽ സാഹചര്യങ്ങൾ ആവർത്തിച്ചു കളിക്കുന്നു, എന്തു സംഭവിക്കുമെന്നോർത്ത് ആശങ്കപ്പെടുന്നു, നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഈ അമിത ചിന്തകൾ കൂടുതൽ സമ്മർദ്ദവും ആകാംക്ഷയും വേദനയും മാത്രമാണ് കൊണ്ടുവരുന്നത്. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ദുരിതത്തിന് കാരണം പുറമേയുള്ള സംഭവങ്ങളല്ല, അവയോടുള്ള നമ്മുടെ പിടിവാശിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമുക്ക് സംഭവിക്കുന്നത് എന്താണോ അതല്ല ദുരിതം സൃഷ്ടിക്കുന്നത്, മറിച്ച് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. നമുക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കുടുങ്ങുമ്പോൾ അനാവശ്യമായ വേദനയെ നമ്മൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ചക്രത്തെ നമ്മൾ എങ്ങനെ നിർത്തും? ആദ്യത്തെ പടി നിയന്ത്രണത്തിന്റെ മിഥ്യാധാരണ ഉപേക്ഷിക്കുക എന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിന് ശ്രമിക്കുന്നത് ദുരിതത്തിന്റെ പീട്ടി മുറുക്കുകയുള്ളൂ. ഉള്ളതിനെ അംഗീകരിക്കാൻ പഠിക്കുക. നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആവശ്യം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ആകാംക്ഷയുടെയും ഭയത്തിന്റെയും അനന്തമായ വലയത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. ഒരു നിമിഷം സ്വയം ചോദിക്കുക, ഇത് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഉത്തരം അല്ല എന്നാണെങ്കിൽ അത് വിട്ടുകളയുക. അതിൽ പിടിച്ചു നിൽക്കാനുള്ള ആവശ്യം ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നത് കാണുക. ഒരു വിവേകിയായ സന്യാസി ഒരിക്കലൊരു കഥ പറഞ്ഞു. ഒരാൾ ഒരു ഭാരമുള്ള പാറക്കല്ല് മലമുകളിലേക്ക് തള്ളി നീക്കുന്നു. അയാൾ എത്ര ശ്രമിച്ചിട്ടും പാറക്കല്ലിളകിയില്ല. തളർന്നുപോയ അയാൾ പരാതി പറഞ്ഞു. അപ്പോൾ സന്യാസി ലളിതമായി ചോദിച്ചു, ഇളകാത്ത ഒന്നിനെ എന്തിനാണ് നിങ്ങൾ തള്ളുന്നത്? വിട്ടുകളയുക, അപ്പോൾ വഴി തെളിയും. അമിതമായി ചിന്തിക്കുന്നതും നമ്മുടെ സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യത്തോട് പോരാടുന്നതും നമ്മുടെ ഊർജ്ജം ചോർത്തിക്കളയുന്നു എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ഏറ്റവും ശക്തമായ പ്രവൃത്തി കൂടുതൽ തള്ളുകയല്ല, മറിച്ച് പൂർണ്ണമായി വിട്ടുകളയുക എന്നതാണ്. ഓർക്കുക, വിട്ടുകളയുക എന്നത് ബലഹീനതയല്ല, ശക്തിയാണ്, അത് സ്വാതന്ത്ര്യമാണ്. അമിതമായി ചിന്തിക്കുന്നതിന്റെ ചങ്ങലകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കുവേണ്ടി എപ്പോഴും കാത്തിരുന്ന സമാധാനം നിങ്ങൾ കണ്ടെത്തും. 3. ലാളിത്യമാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും താക്കോൽ. സിംപ്ലിസിറ്റി ഈസ് ദ കീ ടു ഹാപ്പിനെസ് ആൻഡ് പീസ്.
ഈ ആധുനിക ലോകത്തിൽ കുഴപ്പങ്ങളിൽ അകപ്പെടാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതം ശ്രദ്ധതിരിക്കലുകൾ, അനന്തമായ ബാധ്യതകൾ, പ്രതീക്ഷകളുടെ നിരന്തരമായ പ്രവാഹം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജോലിയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആശങ്കപ്പെടുന്നു. ഓരോ പുതിയ ആശങ്കയും നമ്മുടെ ചുമലിൽ വഹിക്കുന്ന മറ്റൊരു ഭാരം പോലെ ജീവിതത്തിന്റെ സങ്കീർണതയിൽ നമ്മൾ തകർന്നുപോകുന്നു. എന്നാൽ ബുദ്ധമതം നമ്മെ ഒരു ശക്തമായ സത്യം പഠിപ്പിക്കുന്നു. ലാളിത്യമാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും താക്കോൽ. ഇത് ഒരു ആദർശത്തിനുവേണ്ടി ഓടുന്നതിനെക്കുറിച്ചോ കൂടുതൽ നേടാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചോ അല്ല, മറിച്ച് ഇനി നമുക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുകയും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതിന്റെ സത്തയിലേക്ക് തിരികെ പോവുകയുമാണ്. ബുദ്ധൻ നമ്മുടെ പ്രവൃത്തികളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തകളിലും ലാളിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചു. ധമ്മപദത്തിൽ ബുദ്ധൻ ഒരു അഗാധമായ ഉൾക്കാഴ്ച പങ്കുവയ്ക്കുന്നു. സന്തോഷത്തിലേക്കുള്ള വഴിയൊന്നുമില്ല, സന്തോഷം തന്നെയാണ് വഴി. ഇതിനർത്ഥം സന്തോഷം നിങ്ങൾ പിന്തുടരേണ്ടതോ കൂടുതൽ ഭൗതിക സമ്പത്തിലൂടെയോ ബാഹ്യനേട്ടങ്ങളിലൂടെയോ അനന്തമായി നേടേണ്ടതോ ആയ ഒന്നല്ല. ഓരോ നിമിഷത്തിലെയും ലാളിത്യത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അനന്തമായ ആശങ്കകൾ കൊണ്ട് ജീവിതത്തെ സങ്കീർണമാക്കുന്നത് നമ്മൾ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാന്തതയിലും സമാധാനത്തിലുമാണ് സന്തോഷം. നമ്മുടെ ജീവിതം ലളിതമാക്കുമ്പോൾ അനാവശ്യമായ സമ്മർദ്ദത്തിന്റെയും ആകാംക്ഷയുടെയും കനത്ത ഭാരം നമ്മൾ ഒഴിവാക്കുന്നു. നമ്മൾ അമിതമായി ചിന്തിക്കുന്നത് നിർത്തി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെത്തന്നെയുള്ള വർത്തമാന നിമിഷത്തിലേക്ക് മടങ്ങുന്നു. കൂടുതൽ നേടാൻ നിരന്തരം ശ്രമിക്കാതെ എന്തെങ്കിലും തെറ്റുപറ്റുമോ എന്നോ കാര്യങ്ങൾ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നോ എപ്പോഴും ആശങ്കപ്പെടാതെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഒന്ന് സങ്കൽപ്പിക്കുക. ഈ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തുന്നത്. സെൻ സന്യാസിമാർ ഷിബുമി എന്നൊരു തത്വമനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇത് ലാളിത്യത്തിന്റെ സൗന്ദര്യത്തെയും ചാരുതയെയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും അഗാധമായ സത്യങ്ങൾ പലപ്പോഴും ഏറ്റവും ലളിതമായ നിമിഷങ്ങളിൽ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണിത്. ഒരു സെൻ ഗുരു ഒരിക്കൽ പറഞ്ഞു, ജീവിതം എത്ര ലളിതമാകുന്നുവോ അതിന്റെ അർത്ഥം അത്രത്തോളം അഗാധമായിരിക്കും. മാനസികമായ കുഴപ്പങ്ങൾ കുറച്ചും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കിയും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥപൂർണമായ ഒരു ജീവിതം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ബഹളങ്ങളെയും ശ്രദ്ധ തിരിക്കലുകളെയും മാറ്റുമ്പോൾ വ്യക്തതയുടെ ഒരു ലോകത്തേക്ക് നിങ്ങൾ തുറന്നുകൊടുക്കുന്നു. ജീവിതം അത്ര സങ്കീർണമാകേണ്ടതില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അനാവശ്യമായ ചിന്തകളാലും ആശങ്കകളാലും നിങ്ങളുടെ മനസ്സിനെ അമിതമായി ഭാരം കയറ്റാതിരിക്കുമ്പോൾ ഓരോ പ്രവൃത്തിയും ഓരോ ശ്വാസവും ഓരോ നിമിഷവും കൂടുതൽ അർത്ഥവത്തായി മാറുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മാനസികമായ കുഴപ്പങ്ങളിൽ എത്രത്തോളം യഥാർത്ഥത്തിൽ ആവശ്യമാണ്? നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിന്റെ അളവ് എത്രയാണ്? നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോഴോ ഭാവിയെ ഭയപ്പെടുമ്പോഴോ സങ്കീർണതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഈ നിമിഷത്തിൽ ഭൂതകാലമോ ഭാവിയോ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ലാളിത്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അധികമുള്ള മാനസിക ഭാരങ്ങൾ ഉപേക്ഷിക്കാനും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും. നിങ്ങളുടെ ജീവിതം ലളിതമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഭാരം കുറഞ്ഞതായും നിലയുറപ്പിച്ചതായും ചുറ്റുമുള്ള ലോകവുമായി കൂടുതൽ ബന്ധമുള്ളതായും അനുഭവപ്പെടാൻ തുടങ്ങും. സന്തോഷത്തിന് ഒരു സങ്കീർണമായ പദ്ധതിയുടെയോ നിരന്തരമായ പരിശ്രമത്തിന്റെയോ ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ശാന്തമായ ഒരു പ്രഭാതം, ലളിതമായ ഒരു സംഭാഷണം, മുഖത്തു വീഴുന്ന സൂര്യന്റെ ചൂട്, മരങ്ങളിലെ കാറ്റിന്റെ ശബ്ദം, ചെറിയ ദൈനംദിന നിമിഷങ്ങളിലാണ് അത് കണ്ടെത്തുന്നത്. ഈ നിമിഷങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ അത് ഏതൊരു ഭൗതിക നേട്ടത്തെക്കാളും സംതൃപ്തി നൽകുന്നു. ലാളിത്യത്തിന്റെ നിശ്ചലതയിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിന്റെ മർമ്മരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അനാവശ്യമായ ആശങ്കകളാലും ശ്രദ്ധമാറ്റുന്ന കാര്യങ്ങളാലും നിങ്ങൾ ജീവിതത്തെ സങ്കീർണമാക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും യോജിക്കാൻ നിങ്ങൾ ഇടം നൽകുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം ഇവിടെയാണ് കിടക്കുന്നത്. കൂടുതലുള്ളതിലല്ല, കുറവ് ആവശ്യമുള്ളതിലാണ്. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവയുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന രീതി മാറ്റുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദിവസത്തിലൂടെ കടന്നുപോകുമ്പോൾ സ്വയം ചോദിക്കുക, എനിക്കെന്ത് ലളിതമാക്കാൻ കഴിയും? ഞാൻ ചുമക്കുന്നത് എന്ത് അനാവശ്യ ഭാരങ്ങളാണ്? കൂടുതൽ സമാധാനം കണ്ടെത്താൻ എനിക്കെന്ത് ഉപേക്ഷിക്കാൻ കഴിയും? അങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതം കൂടുതൽ വ്യക്തവും കൂടുതൽ സമാധാനപരവും അനന്തമായി കൂടുതൽ അർത്ഥവത്തുമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. 4. നിങ്ങളുടെ ചിന്തകൾ വരുന്നു, പോകുന്നു, അവ നിങ്ങളെ നിർവചിക്കുന്നില്ല. യുവർ തോട്ട്സ് കം ആൻഡ് ഗോ ആൻഡ് ദേ ഡോണ്ട് ഡിഫൈൻ യു. നമ്മുടെ ചിന്തകളാൽ നമ്മൾ പൂർണ്ണമായി തകർന്നുപോയതായി, ആശയക്കുഴപ്പങ്ങളുടെയും സംശയങ്ങളുടെയും ഒരു കടലിൽ മുങ്ങിപ്പോയതായി എത്ര തവണ നമുക്ക് തോന്നിയിട്ടുണ്ട്? ആ അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റുള്ള ആകാശം പോലെ ഇരുണ്ട, ചുഴലിക്കാറ്റടിക്കുന്ന മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ് അവസാനിക്കാത്ത ഒരവസ്ഥയിലെത്തും. ഓരോ ചിന്തയും, അത് ഭൂതകാലത്തിൽ നിന്നോ വർത്തമാനത്തിൽ നിന്നോ ഭാവിക്കുവേണ്ടിയോ ആകട്ടെ, കുഴപ്പങ്ങൾ കൂട്ടുന്നു. ഒടുവിൽ നമുക്ക് സ്വന്തം ശബ്ദം കേൾക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നമ്മളൊരു മാനസിക മൂടൽമഞ്ഞിൽ കുടുങ്ങിയതായി തോന്നുന്നു. എന്നാൽ
ഈ മാനസിക കൊടുങ്കാറ്റിലൂടെ കടന്നുപോകാൻ ബുദ്ധൻ നമുക്ക് ഒരു അഗാധമായ വഴി നൽകുന്നു. ആകാശത്തിലെ മേഘങ്ങൾ പോലെ നമ്മുടെ ചിന്തകളെ കാണാൻ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷണികമായതും വേഗത്തിൽ കടന്നുപോകുന്നതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും. കൺചിമ്മുന്ന വേഗത്തിൽ കടന്നുപോകുന്ന മേഘങ്ങൾ പോലെ നമ്മുടെ ചിന്തകൾ വരികയും പോകുകയും ചെയ്യുന്നു. അവ നമ്മെ നിർവചിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചിന്തകളല്ല, മറിച്ച് അവയെ നിരീക്ഷിക്കുന്ന ബോധമാണ് എന്ന് ബുദ്ധന്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ ലോകത്തെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ചിന്തകളെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ അവയുമായി ഇടപെടുന്നു എന്നത് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് ഇത് നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഉയർന്നുവരുന്ന ഓരോ ചിന്തകളിലും നമ്മൾ പറ്റിപ്പിടിക്കാതിരിക്കുക എന്നതാണ് വെല്ലുവിളി. നമ്മൾ അവയുമായി താദാത്മ്യം പ്രാപിക്കുകയോ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കുകയോ ചെയ്യേണ്ടതില്ല. മുകളിലുള്ള മേഘങ്ങളെപ്പോലെ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ വിശാലമായ ആകാശത്തിലെ താൽക്കാലിക സന്ദർശകരാണ്. അവ പ്രത്യക്ഷപ്പെടാമെങ്കിലും അവ ശാശ്വതമായി നിലനിൽക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചിന്തകളിൽ പറ്റിപ്പിടിക്കുന്നത് നിർത്തുമ്പോൾ അവയുടെ പിടിയിൽ നിന്ന് നമ്മൾ സ്വയം മോചിപ്പിക്കാൻ തുടങ്ങുന്നു. ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുടെ അരികിലിരിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇലകൾ അരുവിയിലൂടെ മൃദുവായി ഒഴുകി നീങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഓരോ ഇലയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമോ? കൂടുതൽ ഇലകൾ വരുമെന്നും നദി തടസ്സമില്ലാതെയും മാറ്റമില്ലാതെയും ഒഴുകിക്കൊണ്ടിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവയെ ഒഴുകിപ്പോകാൻ അനുവദിക്കുന്നു. അതുപോലെ നമ്മുടെ ചിന്തകളെയും നമുക്ക് അവയിൽ പറ്റിപ്പിടിക്കാതെ വരാനും പോകാനും പഠിക്കാം. ഒരു ചിന്ത വരുമ്പോൾ അത് ഒരു ആകാംക്ഷയോ ഒരു ഖേദമോ ഒരു ക്ഷണികമായ ആശയമോ ആകട്ടെ, നമുക്കതിനെ ലളിതമായി അംഗീകരിക്കുകയും എന്നിട്ട് അതിനെ പിടിച്ച് നിർത്താതെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യാം. നമ്മളിത് കൂടുതൽ പരിശീലിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ വിട്ടയക്കുന്നത് എളുപ്പമാകും. കാലക്രമേണ അമിതചിന്തയുടെ കൊടുങ്കാറ്റ് സ്വാഭാവികമായി ശാന്തമാകാൻ തുടങ്ങുമെന്ന് നമ്മൾ കണ്ടെത്തും. നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സാൽ രൂപപ്പെടുന്നു. കാരണം നമ്മൾ ചിന്തിക്കുന്നതെന്താണോ അതായിത്തീരുന്നു. നമ്മുടെ ചിന്തകളുടെ ഗുണമേന്മ നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നേരിട്ട് സ്വാധീനിക്കുന്നുവെന്ന് ഈ അഗാധമായ പ്രസ്താവന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നെഗറ്റീവായ, അസ്വസ്ഥമായ അല്ലെങ്കിൽ അമിതമായി പ്രവർത്തിക്കുന്ന ചിന്തകളെ നമ്മൾ അവയിൽ പറ്റിപ്പിടിക്കാതെ കടന്നുപോകാൻ അനുവദിക്കുമ്പോൾ വ്യക്തതയ്ക്കും സമാധാനത്തിനും വേണ്ടി നമ്മൾ ഇടം സൃഷ്ടിക്കുന്നു. ചിന്തകളോടുള്ള നമ്മുടെ പിടിവാശി ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ അവയെ അടിച്ചമർത്താനോ തള്ളിമാറ്റാനോ ശ്രമിക്കുന്നില്ല. നദിയിലെ ഇലകളെപ്പോലെ അവയെ ഒഴുകാൻ അനുവദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവ കടന്നുപോകുമെന്ന് നമ്മൾക്കറിയാം. ഈ കാഴ്ചപ്പാടിലെ മാറ്റം കൊണ്ട് നമ്മൾ കൂടുതൽ ആന്തരിക ശാന്തത, കുറഞ്ഞ മാനസിക കുഴപ്പങ്ങൾ, കൂടുതൽ സ്വാതന്ത്ര്യം എന്നിവ അനുഭവിക്കാൻ തുടങ്ങും. ആകാശത്ത് മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതുപോലെ നമ്മുടെ ചിന്തകൾ തുടർന്നും ഉയരുകയും മാഞ്ഞുപോവുകയും ചെയ്യും. എന്നാൽ നമ്മൾ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ അവയ്ക്ക് അർത്ഥം നൽകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിർത്തുമ്പോൾ നമ്മൾ സമാധാനപരമായ ഒരവസ്ഥയിൽ സ്വയം കണ്ടെത്തുന്നു. അമിതചിന്തയുടെ ഭാരത്തിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നു. നിങ്ങളുടെ ദിവസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ കടന്നുപോകുന്ന മേഘങ്ങൾ പോലെയാണ്. അവ ശാശ്വതമല്ല. അവ നിങ്ങളെ നിർവചിക്കുന്നില്ല. അവയെ വരാനും പോകാനും അനുവദിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ വ്യക്തതയോടും സമാധാനത്തോടും എളുപ്പത്തോടും കൂടി ജീവിതം അനുഭവിക്കാൻ തുടങ്ങും. 5. മനസ്സിന്റെ ഏകാഗ്രത പരിശീലിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ നങ്കൂരമിടുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ആങ്കർ യുവർസെൽഫ് ഇൻ യുവർ ബ്രെത്ത്. ഓരോ ദിവസവും വേഗത്തിൽ നീങ്ങുന്ന ഈ ലോകത്തിൽ നമ്മുടെ മനസ്സ് പലപ്പോഴും ചിന്തകൾ, ആകാംക്ഷകൾ, ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ എന്നിവയാൽ ഓടിപ്പോയതുപോലെയും തകർന്നുപോയതുപോലെയും തോന്നിയേക്കാം. മനസ്സ് ഒരു ചിന്തയിൽ നിന്ന് അടുത്തതിലേക്ക് ചാടി അമിതചിന്തയുടെയും സമ്മർദ്ദത്തിന്റെയും അനന്തമായ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ ചക്രത്തെ തകർക്കാനും സമാധാനം കണ്ടെത്താനും സഹായിക്കുന്ന ലളിതവും എന്നാൽ അഗാധവുമായ ഒരു പരിശീലനമുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത, മൈൻഡ്ഫുൾനെസ്. മനസ്സിന്റെ ഏകാഗ്രത എന്നാൽ പൂർണ്ണമായി ഈ നിമിഷത്തിലായിരിക്കുക, വിധിയെഴുത്തുകളില്ലാതെ ശ്രദ്ധ നൽകുക എന്ന കലയാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക സംവേദനങ്ങളെയും അവയിൽ മുഴുകാതെ നിരീക്ഷിക്കുക എന്നതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനോ നിശബ്ദമാക്കാൻ നിർബന്ധിക്കാനോ അല്ല, മറിച്ച് ഈ നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ സ്വയം അനുവദിക്കുകയാണ്. ഒരു കാര്യത്തിലും പറ്റിപ്പിടിക്കാതെ അതിനെ മാറ്റാൻ ശ്രമിക്കാതെ. മനസ്സിന്റെ ഏകാഗ്രത പരിശീലിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികളിലൊന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ലോകത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിലുണ്ടെന്ന് തോന്നുമ്പോഴോ ചിന്തകൾ കറങ്ങാൻ തുടങ്ങുമ്പോഴോ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരികെ വരിക. ഒരു ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഒരു നിമിഷം പിടിച്ചു നിർത്തുക. എന്നിട്ട് സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസവും നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ വലിക്കുന്ന ഒരു നങ്കൂരം പോലെയാണ്. ബുദ്ധൻ പറഞ്ഞു, മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസം ശാന്തമാകും. ഈ മനോഹരമായ ഉപദേശം നമ്മുടെ മനസ്സിനും ശ്വാസത്തിനുമിടയിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്വാസത്തിന്റെ താളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലെ കൊടുങ്കാറ്റിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയും. ശ്വാസം ഒരു മൃദുലമായ നങ്കൂരമായി മാറുന്നു. അമിതചിന്തയുടെ ചക്രത്തെ നിർത്തുകയും നമ്മെ നിശ്ചലതയുടെ ഒരു സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. മനസ്സാണെല്ലാം.
നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതായിത്തീരുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. നമ്മൾ നിരന്തരം അനിയന്ത്രിതമായ കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളിൽ മുഴുകുമ്പോൾ നമ്മുടെ സമാധാനവും വ്യക്തതയും നമുക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മൾ മനസ്സിന്റെ ഏകാഗ്രത പരിശീലിച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അമിതചിന്തയുടെ പിടിയിൽ നിന്ന് മുക്തമായി ശാന്തവും ഏകാഗ്രവുമായ മനസ്സായിരിക്കാൻ നമ്മൾ അതിനെ പരിശീലിപ്പിക്കുന്നു. ഇതൊരു നദി പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ വെള്ളത്തിലൊഴുകി നീങ്ങുന്ന ഇലകൾ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഓരോ ഇലയും പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ വെള്ളം കൂടുതൽ ഇളകിമറിയും. എന്നാൽ നിങ്ങൾ അവയെ പറ്റിപ്പിടിക്കാതെ ഒഴുകിപ്പോകാൻ അനുവദിക്കുകയാണെങ്കിൽ നദി സമാധാനപരമായി നിലനിൽക്കും. അതുപോലെ നിങ്ങളുടെ മനസ്സും. നിങ്ങൾ മനസ്സിന്റെ ഏകാഗ്രത കൂടുതൽ പരിശീലിക്കുമ്പോൾ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ വരാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നു. നമുക്കെപ്പോഴും ലഭ്യമായ സമാധാനത്തിൽ സ്വയം നങ്കൂരമിടാൻ ഓരോ ഏകാഗ്രമായ ശ്വാസത്തിലൂടെയും നിങ്ങളുടെ ചിന്തകളുടെ മേലുള്ള നിയന്ത്രണം നിങ്ങൾ തിരികെ നേടുന്നു. ഒപ്പം ഇന്നിലും ഇവിടെയും പൂർണ്ണമായി ജീവിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് തകർന്നുപോയതായി തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ശ്വാസത്തിൽ നങ്കൂരമിടുക. ഓരോ ശ്വാസവും പുറത്തേക്കുള്ള ശ്വാസവും നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ നയിക്കട്ടെ. മനസ്സിന്റെ ഏകാഗ്രത പരിശീലിക്കുന്നതിലൂടെ അമിതചിന്തയ്ക്ക് നിങ്ങളുടെ മേലുള്ള ശക്തി പതിയെ നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ശാന്തതയും വ്യക്തതയും നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാൻ തുടങ്ങും. 6. അസ്ഥിരതയിൽ വിശ്വാസമർപ്പിക്കുക. നിങ്ങളുടെ പോരാട്ടങ്ങൾ കടന്നുപോകും. ട്രസ്റ്റ് ഇൻ ഇംപെർമനൻസ്, യുവർ സ്ട്രഗിൾസ് വിൽ പാസ്. ജീവിതത്തിലൊന്നും എന്നേക്കുമായി നിലനിൽക്കുന്നില്ല. അത് നിങ്ങളുടെ പോരാട്ടങ്ങൾക്കും ബാധകമാണ്. ബുദ്ധമതത്തിലെ അസ്ഥിരതയുടെ ഇംപെർമനൻസ് ഉപദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതും ചീത്തയുമായ എല്ലാം മാറ്റത്തിന്റെ ഒരവസ്ഥയിൽ എപ്പോഴുമായിരിക്കുമെന്നാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ഭയങ്ങൾ, ആകാംക്ഷകൾ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അതിരുകടന്ന ചിന്തകൾ എന്നിവ പോലും ശാശ്വതമല്ല എന്നതാണ്. അവയും കടന്നുപോകും. ബുദ്ധൻ പറഞ്ഞു, വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളും അസ്ഥിരമാണ്. സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ടു പോകുക. എല്ലാം നിരന്തരമായ പ്രവാഹത്തിലാണെന്നും ഒന്നും ഒരിക്കലും സ്ഥിരമല്ലെന്നും ഈ അഗാധമായ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ അമിതചിന്തയുടെ പിടിയിൽ നിന്ന് നമുക്ക് സ്വയം മോചിപ്പിക്കാൻ തുടങ്ങാം. കാര്യങ്ങൾ ഒരിക്കലും മാറില്ലെന്നും നമ്മൾ ആശങ്കയുടെ അവസാനിക്കാത്തൊരു ചക്രത്തിൽ കുടുങ്ങിപ്പോയെന്നും ഉള്ള ഭയത്തിൽ നിന്നാണ് പലപ്പോഴും അമിതചിന്തയുണ്ടാകുന്നത്. എന്നാൽ എല്ലാം സമാധാനം കണ്ടെത്താനും കഴിയും. ഒന്നും ശാശ്വതമല്ല. എല്ലാ കാര്യങ്ങളും മാറ്റത്തിന് വിധേയമാണ്. നമ്മുടെ വെല്ലുവിളികൾ എന്നേക്കുമായി നിലനിൽക്കുമെന്ന വിശ്വാസം ഉപേക്ഷിക്കാൻ ഈ ധാരണ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അമിതചിന്തയുടെ ഭാരം ഒഴിവാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പ്രധാന പാഠങ്ങൾ പഠിച്ചുവല്ലോ. പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള സമയമാണിത്. ഈ നിമിഷത്തെ സ്വീകരിക്കുക. നിങ്ങളെ ഭൂതകാലത്തിലോ ഭാവിയിലോ കൊടുക്കുന്ന അനാവശ്യ ചിന്തകൾ വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതം ലളിതമാക്കുക. ഒന്നും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നോർക്കുക. നിങ്ങളുടെ പോരാട്ടങ്ങൾ പോലും അസ്ഥിരതയിൽ വിശ്വസിക്കുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ ഉപകരണമാണ്. ക്ഷമയും പരിശീലനവും കൊണ്ട് നിങ്ങൾക്കതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശാന്തമാക്കാനും യഥാർത്ഥ സമാധാനം കണ്ടെത്താനും പരിശീലിപ്പിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രയോജനം ലഭിക്കുന്ന മറ്റുള്ളവരുമായി ഈ ജ്ഞാനം പങ്കിടാനും മറക്കരുത്. മനസ്സിന്റെ ഏകാഗ്രതയിലേക്കും ആന്തരിക സമാധാനത്തിലേക്കുമുള്ള നമ്മുടെ യാത്ര നമുക്ക് ഒരുമിച്ച് തുടരാം. വർത്തമാനകാലത്തിൽ നിലനിൽക്കുക, സമാധാനപരമായിരിക്കുക. എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ ശാന്തത കണ്ടെത്തട്ടെ.